ഉള്ളി കയറ്റണം വണ്ടി പാർക്കിംഗ് ഉണ്ട്. നല്ല തിരക്കാണ് നോക്കി ചുറ്റും വണ്ടിയാണല്ലോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഓർഡിനറി ട്രാവലേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുട്ടികളുമായിട്ട് അവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. അറിയാമല്ലോ, എൻ്റെ മോൾ 4th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അവർക്ക് പഠിക്കാനും കൂടുണ്ട് ഈ ഇരവികുളം നാഷണൽ പാർക്കും നീലക്കുറിഞ്ഞിയും വരയാടും ഒക്കെ. അപ്പോൾ ശരി, എന്നാൽ പിന്നെ പിള്ളേരെയും കൊണ്ട് അങ്ങോട്ട് തന്നെ അങ്ങ് പോയി കളയാമെന്ന് കരുതി അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ, ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. പണ്ട് നമ്മൾ റേഞ്ചില്ലാത്ത ഏരിയയിലോട്ട് പോകുമ്പോൾ ചിന്തിക്കുന്ന ആദ്യത്തെ കാര്യം പൈസ എടുത്തിട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പം മിക്കയിടത്തും ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഗവൺമെൻറ് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ടിക്കറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ പൈസ കൈവച്ചിട്ട് ഒരു കാര്യമില്ല, അത് ഓർമ്മ വേണം. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് മുകളിലോട്ട് വന്ന് ഗവൺമെൻറ്റിൻ്റെ അനുവദിച്ചിരിക്കുന്ന ബസ്സിൽ കയറി വേണം നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിച്ചേരാൻ. നമ്മളുടെ വണ്ടികൾ അവിടെ പാർക്ക് ചെയ്യണം. അത് പണ്ടൊക്കെ ആയിരുന്നു മുകളിലോട്ട് കയറ്റിയിരുന്നത്, അതൊക്കെ മാറ്റി ഇപ്പോൾ അവരുടെ ഒരു ചെറിയ മിനി ബസ് പോലത്തെ ഉണ്ട്, അതിൻ്റെ അകത്ത് കയറി വേണം പോകാൻ. അപ്പം നമ്മൾ ഈ കാണുന്ന ക്യൂ നിന്ന് നീങ്ങി അറ്റം വരെ എത്തണം, അത് ഓർമ്മ വേണം കേട്ടോ. അങ്ങനെ നമ്മുടെ ബസ് ഇതാണ്ടേ വരുന്നുണ്ട്. മിക്കവാറും ആ ബസ്സിലേക്കായിരിക്കാം നമുക്ക് കയറേണ്ടി വരിക. അതെ, ഇത് തന്നെയാണ് നമ്മളുടെ ബസ്. നമ്മുടെ ക്യൂവിൻ്റെ അറ്റത്തെത്തിയത് കൊണ്ട് ആ ഒരു ടൈമിൽ വന്ന ബസ്സിൽ വേണം കയറാനായിട്ട്. നമ്മളെല്ലാവരും ഇതിൽ കയറി അങ്ങ് നമ്മുടെ രാജമലയിലേക്ക് വരാടുകളെ കാണാൻ വേണ്ടിയിട്ട് പോവണം. ഇതിൻ്റെ അകത്തൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്, അത് ഞാൻ പോകുമ്പോൾ പറഞ്ഞു തരാം. ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, കേരളത്തിലെ ഏറ്റവും വലിയ കൊടിമുടിയായ ആനമുടി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന മലനിരയാണ് ഈ ആനമുടി എന്നറിയപ്പെടുന്നത്. നമുക്ക് നമ്മുടെ ഡ്രൈവർ ഏട്ടൻ ഇതൊക്കെ കാണിച്ചൊക്കെ തരും കേട്ടോ പോകുന്ന വഴിക്ക്. അങ്ങനെ നമ്മൾ ബസ്സിൽ ഏറ്റവും മുകളിലത്തെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നടന്ന് വേണം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പോകാൻ. അപ്പം നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് അവിടെയായിട്ടൊരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഐസ്ക്രീമും ചായ സ്നാക്സൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ്. അപ്പം നമ്മളുടെ കുട്ടികൾക്ക് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇപ്പം ഇത് കഴിച്ചിട്ട് വേണം നടക്കാനായിട്ട് മുകളിലോട്ട് പോകാൻ, അല്ലാതെ വരത്തില്ല എന്നുള്ളൊരു രീതിയായി. അപ്പോൾ ഇവിടെ വന്നത് വരാടുകളെ കാണാനും അവിടുത്തെ ഭംഗി ആസ്വദിക്കാനാണെന്നുള്ള കാര്യമൊക്കെ അവരങ്ങ് മറന്നുപോയി. നമ്മളോട് ചോദിക്കാതെ തന്നെ വന്ന് എല്ലാം കൂടെ അങ്ങ് സീറ്റിൽ സ്ഥാനവും പിടിച്ചു കഴിഞ്ഞ്. മേടിച്ചു കൊടുക്കാതെ വേറെ വഴിയില്ലല്ലോ. അച്ഛന്മാർ 2 പേരും കൂടെ അത് കാരണം പോയി അവിടെ എന്തേലും വാങ്ങിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് പോയി ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ്. എന്താണ് അവസ്ഥ, വന്നതൊക്കെ മറന്നു. ഞാനിവിടെ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യമാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ ഇത്രയും രൂപ മുടക്കി മുകളിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇവിടെ വരാടുകളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. വരുമ്പോഴത്തേക്കും ഓരോരോ പോയിന്റുകളിലായിട്ട് ഓരോ വരയാടുകളെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ കൂട്ടത്തിലൊരു സെക്യൂരിറ്റി ഉണ്ടാവും. അതായത് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓരോ സ്പോട്ടുകളിലായിട്ട് 1-2 വരയാടുകളെ നിർത്തിയിട്ടുണ്ട്. അവർ മുകളിലോട്ട് കയറിപ്പോകാൻ ഇവരെ അനുവദിക്കില്ല. ആ ഏരിയ തന്നെ ആ വരയാടുകൾ കറങ്ങി നടക്കണം. എന്നാലല്ലേ ഈ വരുന്ന ആൾക്കാർക്ക് ഒരു വരയാടിനെങ്കിലും കണ്ടു എന്നുള്ളത് പറയാൻ പറ്റൂ. അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ നിർത്തിയിരിക്കുന്നത്.
ഇവിടെ നമുക്ക് ഈ വരുന്ന ഉറവയിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കാം കേട്ടോ. നല്ല ശുദ്ധമായ ജലമാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർ മിക്കവരും ഇതിലൂടെ വെള്ളം എടുക്കുന്നുണ്ട്. അപ്പം ആവശ്യമുള്ളവർക്ക് കയ്യിൽ ബോട്ടിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർന്നു പോയാൽ ഇവിടുന്ന് നമുക്ക് വെള്ളം എടുത്ത് വെക്കാവുന്നതാണ്. നല്ല തണുപ്പുള്ള നല്ല അടിപൊളി വെള്ളം. നമ്മൾ ഈ നടന്ന് പോകുമ്പോൾ തന്നെ സൈഡിലേക്ക് ചെറിയൊരു ഡൈവേർഷൻ പോലെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ വഴി താഴേക്ക് ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് തണലൊക്കെയുള്ള ഒരു ഏരിയയിൽ കൂടെ നടന്ന് പോകുക. അവരിയ്ക്കാനായിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വെറൈറ്റിയാണ്. കണ്ടില്ലേ, മുള വെച്ചിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ച് നേരം തണലത്തൊക്കെ ഇരുന്നിട്ട് നമുക്ക് പതിയെ വീണ്ടും ഈ ഒരു പാലം കയറി കഴിഞ്ഞാൽ അപ്പുറത്ത് നമ്മൾ വീണ്ടും ആ പഴയ ഏരിയയിലോട്ട് തന്നെ പോയി കണക്ട് ചെയ്യും. അങ്ങനെ നടന്ന് നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ റെഡിയാവുകയാണ്. അപ്പം നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ അവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തെത്തുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.